നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണുമ്മ, നീ ചിന്തിക്കാത്തത് കൊണ്ടാണുമ്മ. സ്വന്തം പെങ്ങള് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കുളിപ്പരക്കകത്ത് രഹസ്യ ക്യാമറ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ നഗ്നമേനി ഒപ്പിയെടുത്തിട്ട് കൂടെ പഠിക്കുന്ന ക്യാമ്പസിന്റെ കാമവെറിയന്മാർക്ക് വിളമ്പിക്കൊടുക്കുന്ന മക്കള് ഇന്ന് മോശവാദ കൂട്ടുകെട്ടിലൂടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അല്ലാഹുവേ കാക്കണേ അല്ലാ. എന്തിനാണ് ചെറുപ്പക്കാരാ മോശമായ കൂട്ടുകെട്ടിലൂടെ മൊബൈലിന്റെ നഗ്നമേനി ഇങ്ങനെ കണ്ടാസ്വദിക്കുന്നത്? ബ്ലൂ ഫിലിം കാണുന്നവര്, നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? മൊബൈലിലൂടെ, ലാപ്ടോപ്പിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, ഇന്റർനെറ്റിലൂടെ, വാട്സപ്പിലൂടെ, ഗൂഗിളിലൂടെ, യൂട്യൂബിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സുന്ദരികളായ പെൺകുട്ടികളുടെ നഗ്നതയെ ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ്. ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് അറിയാതെ എങ്ങാനും നോക്കിപ്പോയതിന്റെ പേരില് സഅലബ എന്ന് പറയുന്ന സഹാബി 40 ദിവസത്തോളം പട്ടിണി കിടന്ന് മക്കയുടെയും മദീനയുടെയും ഇടയിലെ പർവ്വതത്തിനിടയില് മരിക്കുന്നത് പോലെ മരിക്കാറായ സമയം വരെ കിടന്നു പോയെങ്കിൽ ആ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിന്റെ മാറഞ്ചേരിയുടെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ നിനക്ക് പറഞ്ഞു തരട്ടെ. പുത്തമ്പള്ളി നേർച്ച നടക്കുമ്പോ, മതപ്രഭാഷണം നടക്കുമ്പോ, യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോ, പൂരങ്ങൾ നടക്കുമ്പോ, പട്ടാമ്പി ഫെസ്റ്റ്, കൊണ്ടോട്ടി ഫെസ്റ്റ്, കൊമ്പം ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോ, പെരിന്തൽമണ്ണയിലും അതുപോലെ മലബാറിന്റെ തീരത്തൊക്കെ ആഘോഷങ്ങളും ആഭാസങ്ങളും നടക്കുമ്പോ അവിടെയൊക്കെ സുന്ദരികളായ പെൺകുട്ടികളെ രഹസ്യ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കാനായി നാവ് നീട്ടുന്ന നായകളെ പോലെ അലഞ്ഞു തിരിയുന്ന മലബാറിന്റെ സംസ്കാരം എറിഞ്ഞടച്ച മക്കളെ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. മാറഞ്ചേരിയിലെ മണ്ണിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഇസ്ലാമിന്റെ പെങ്ങളെ, മാറാ കഴിയുമെങ്കിലും മാറിക്കോ പെങ്ങളെ, ഒഴിവാക്കാ കഴിയുമെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ നീ ഒഴിവാക്കിക്കോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഹദീസ് പറയാൻ എനിക്ക് പേടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞു തരാ. ഇന്ന് തന്നെ മൊബൈലിന്റെ ഉള്ളറയിലുള്ള നഗ്നമേനികളെ മുഴുവനും ധൈര്യ ചെറുപ്പക്കാരാ ഒഴിവാക്കുക പൊന്നുമോനെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മൻ മലഅനഹു മിനൽ ഹറാം. ആരെങ്കിലും ഹറാമിന്റെ നഗ്നത കൊണ്ട് തന്റെ കണ്ണുകളെ നിറച്ചാൽ, കണ്ണുകൊണ്ടെപ്പോഴും അത് തന്നെയാണ്. രാവിലെ ഉണർന്നപാടെ കാണുന്നത് നഗ്നതയാ, ഉച്ചയ്ക്കും രാത്രിയും കാണുന്നത് നഗ്നതയാ. രാത്രി സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോ ബെഡ്റൂമിനകത്ത് പുതപ്പിനടിയിലേക്ക് മൊബൈലുമായി കടന്നു പോകുന്ന ആണും പെണ്ണും കാണുന്നത് നഗ്നതയാ. അയ്യമ്മോയിലൂടെ സോമയിലൂടെ വീഡിയോ കോളിലൂടെ തന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് അല്ലാഹു പടച്ചതമ്പുരാ സൂക്ഷിക്കാൻ പറഞ്ഞ ശരീരത്തിന്റെ നഗ്നതയെ ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, സംസ്കാരമില്ലാതെ, ഈമാനില്ലാതെ, അന്തസ്സില്ലാതെ, അഭിമാനമില്ലാതെ, അല്ലാഹുവിനെ പരമില്ലാതെ അഴിച്ചു കൊടുക്കുന്ന ഇസ്ലാമിന്റെ പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കേട്ടോ. ഉളുപ്പില്ലാതെ ഉമിനീര് കുടിച്ചിറക്കിയിട്ട് ആ രഹസ്യ നേർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന നട്ടല്ലില്ലാത്ത ഇസ്ലാമിന്റെ മക്കൾ എന്ന് പറയുന്ന ആൺകുട്ടികളെ നീ പഠിച്ചോ, ഈ ഹദീസ് പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ മലഅനഹു മിനൽ ഹറാം. ആരെങ്കിലും ഹറാമാകുന്ന നഗ്നമേനി, ആണിന്റെയും പെണ്ണിന്റെയും നഗ്നത കണ്ട് അവന്റെ കണ്ണിനെ നിറച്ചോ മലഅല്ലാഹു ഐനഹു മിൻ ജംബി ജഹന്നമ. അവന്റെ കണ്ണുകളെ നരകത്തിന്റെ തീക്കണ്ടകളെ കൊണ്ട് അല്ലാഹു നിറയ്ക്കുമെന്ന് എന്റെ നൂറാ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ നബിയേ നബി മുഹമ്മദ് മുസ്തഫ. ഹറാമ് കണ്ണ് നിറച്ചു പോലെ ചെറുപ്പക്കാരാ, ഹറാമ് കണ്ട് നഗ്നത കണ്ട് ബ്ലൂഫിലിമ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ പെങ്ങളെ, അതൊരു ആസ്വാദനമല്ലേ, അതൊരു രോമാഞ്ചമല്ലേ, അതൊരു സുഖമല്ലേ, അതൊരു സന്തോഷമല്ലേ എന്ന് ചിന്തിക്കുന്ന ഇസ്ലാമിന്റെ മക്കളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നെന്നറിയോ? അങ്ങനെ കണ്ട് ആ കണ്ണ് മഞ്ഞളിപ്പിച്ചു പോയ ഇസ്ലാമിന്റെ യുവത്വതേ മലഅല്ലാഹു ഐനഹു മിൻ ജംരി ജഹന്നമ. നരകത്തിന്റെ കനൽക്കട്ട കൊണ്ട് അവന്റെ കണ്ണുകള് അല്ലാഹു നിറയ്ക്കുമെന്നാണ്. പടച്ചവനെ കാക്കണേ അല്ലാ, അല്ലാഹുവേ കാക്കണേ അല്ലാ. ഉമ്മയുടെ ആങ്ങള വീട്ടിന്റെ അകത്തിട്ട്
അല്ലാഹുവേ അമ്മാവൻ പൊന്നുമോളെ വ്യഭിചരിക്കുകയാണ്, അമ്മാവൻ പൊന്നുമോളെ വ്യഭിചരിക്കുകയാണ്. ഈ കേരളത്തിൽ നടന്നതല്ലേ? എന്ത് സാംസ്കാരിക കേരളമാണ്! എത്ര മെട്രോ വന്നാലെന്താ, എത്ര കുടിവെള്ള പദ്ധതി വന്നാലെന്താ, എത്ര കൊട്ടാരം വന്നാലെന്താ, ഏതധികാരി മാറി മാറി ഭരിച്ചിട്ടെന്തോ, എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടെന്താ, വീട്ടിന്റെ അകത്ത് അമ്മാവ് തന്റെ സ്വന്തം പെങ്ങളുടെ മോള് വ്യഭിചാരം നടത്തുകയാണ്. ആ പൊന്നോമനെ വ്യഭിചരിക്കുമ്പോ ആ പൊന്നോമനയുടെ ആങ്ങള വാതിൽ തുറന്ന് യാദൃച്ഛികമായി കാണുകയാണ്. അവന് പരാതിയില്ല, അമ്മാവന് പരാതിയില്ല. പരാതിപ്പെടാത്തതിന്റെ കാരണം എന്തെന്നറിയോ? നാളെ മുതൽ എന്റെ പെങ്ങളെ എനിക്ക് ഊടി വ്യഭിചരിക്കാൻ തരണമെന്ന് ഉമ്മയുടെ ആങ്ങളയോട് കാല് പിടിച്ചു പറയുന്ന, ഉമ്മയുടെ ആങ്ങളയോട് കാല് പിടിച്ചു പറയുന്ന കാമക്കണ്ണിന്റെ കാലമാണ്. അല്ലാഹുവേ കാക്കണേ അല്ലാ.